സർക്കാർ അംഗീകാരമില്ലാത്ത നിരവധി സ്ഥാപനങ്ങൾ ആകർഷകമായ പരസ്യങ്ങളും വേഗത്തിലുള്ള ജോലി വാഗ്ദാനങ്ങളും നൽകി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതായി കേരള പ്രൈവറ്റ് ITI മാനേജേഴ്സ് അസോസിയേഷനും കേരള ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജേഴ്സ് അസോസിയേഷനും ITI, NCVT and KGCE കോഴ്സുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അധികൃതർ. വ്യാജ സർട്ടിഫിക്കേഷനും അതല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ എന്ന് പറയും, അതല്ലെങ്കിൽ ഏതെങ്കിലും NGO സർട്ടിഫിക്കേഷൻ എന്ന് പറയും. കേരളത്തിലുടനീളം പാരാമെഡിക്കൽ കോഴ്സുകൾ അല്ലെങ്കിൽ ടെക്നിക്കൽ കോഴ്സുകളൊക്കെ കടന്നു വരുന്നുണ്ട്. അപ്പം ഞങ്ങളിത് പറയാൻ കാരണം ഞങ്ങളുടെ അഡ്മിഷൻ താരതമ്യേന കുറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഇത്തരത്തിലുള്ള കോഴ്സുകൾ കഴിഞ്ഞ വിദ്യാർത്ഥികൾ പലപ്പോഴും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ വന്ന് വീണ്ടും ഒരു എക്സാം അറ്റൻഡ് ചെയ്താൽ ഞങ്ങൾക്ക് NCVTയുടെയോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന്റെയോ സർട്ടിഫിക്കറ്റ് ലഭിക്കുമോ എന്ന് ചോദിച്ച് നിരന്തരം കടന്നു വരാറുണ്ടായിരിക്കാം. കേരള പ്രൈവറ്റ് ITI മാനേജേഴ്സ് അസോസിയേഷനും ഓൾ കേരള ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മാനേജേഴ്സ് അസോസിയേഷനും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേരളത്തിലെ യുവജനങ്ങൾക്ക് സർക്കാർ അംഗീകൃത ITI, NCVT, KGCE ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും അതിലൂടെ ലഭ്യമായ സുരക്ഷിത തൊഴിലും ഉന്നത വിദ്യാഭ്യാസ സാധ്യതകളും ഭാരവാഹികൾ വിശദീകരിച്ചു. കോഴ്സുകളുടെ വിശദാംശങ്ങളും പ്രവേശന മാനദണ്ഡങ്ങളും അധികൃതർ വിശദമാക്കി. കേന്ദ്ര കേരള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ കർശനമായ നിയമങ്ങൾ അനുസരിച്ചും കാലാകാലങ്ങളിൽ നടത്തുന്ന ഇൻസ്പെക്ഷനുകളിൽ വിജയിച്ചും അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ITI, KGCE ഇൻസ്റ്റിറ്റ്യൂട്ടുകളെന്നും കേരളത്തിലെ ടെക്നിക്കൽ വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും യുവതലമുറയ്ക്ക് ഗുണമേന്മയുള്ള നൈപുണ്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനുമായി തുടർന്നും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അസോസിയേഷനുകൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ രഞ്ജു പിള്ള, മുഹമ്മദ് റാഷിദ് KK, C ജാഫർ സാദിഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മൊക്കബൂരിലെ സ്വകാര്യ ഓഡിറ്റോറിയത്തിനെതിരെ പ്രതിഷേധവുമായി